കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കായ പാമ്പാടും ഷോല നാഷണൽ പാർക്കിലേക്കാണ് ഇന്നത്തെ യാത്ര. മൂന്നാറിൽ നിന്നും ഏകദേശം ഒരു 35 കിലോമീറ്റർ അകലെ വട്ടവടയിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു 12 കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ള ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാമ്പാടും ഷോല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മൂന്നാറിലെ വട്ടവടയിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരം കാട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിശാലമായ പുൽമേടുകൾ ഉള്ള ഒരു പ്രത്യേക ലാൻഡ്സ്കേപ്പിലുള്ള സ്ഥലം കാണാം. ഇവിടെ കാണുമ്പോൾ വണ്ടി നിർത്തി ഇറങ്ങാനും ഫോട്ടോ എടുക്കാനും ഒക്കെ തോന്നും. പക്ഷേ ഫോറസ്റ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ഈ പ്രദേശത്ത് എന്ന് പറയുമ്പോൾ പാമ്പാടും ഷോല ചെക്ക് പോസ്റ്റിൽ നിന്ന് അടുത്ത ചെക്ക് പോസ്റ്റ് വരെ ഉള്ള സ്ഥലത്ത് വണ്ടി നിർത്താനോ ഇറങ്ങാനോ ഒന്നും പാടില്ല. എന്നാൽ ഇത്രയും റെസ്ട്രിക്ഷൻസിനൊക്കെ ഉള്ള സ്ഥലത്ത് ഇറങ്ങാനും ചുറ്റി നടക്കാനും ഒക്കെ കഴിയുന്ന ഒരു സ്റ്റേയിലേക്കാണ് നമ്മളീ പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് നാഷണൽ പാർക്കിനുള്ളിൽ തന്നെ പ്രകൃതി പഠന കേന്ദ്രമാണ്. ഇതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് സ്റ്റേ വരുന്നത്. ഈ സ്റ്റേയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലെ ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഓൺലൈനായി സ്റ്റേ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കേണ്ടത്. സ്റ്റേ ചെയ്യുന്നവരുടെ മാത്രമല്ല, ഇതിലൂടെ യാത്ര ചെയ്യുന്നവരുടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും ഈ ചെക്ക് പോസ്റ്റിൽ നൽകിയതിന് ശേഷം മാത്രമേ ഈ കാടിനുള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റേയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സ്റ്റേയിലേക്ക്. ഈ കാണുന്നതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം. പാമ്പാടും ഷോല നാഷണൽ പാർക്കിനുള്ളിലുള്ള സ്റ്റേ ആണിത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. കിളികളുടെ ശബ്ദവും പിന്നെ തണുത്ത കാറ്റുമൊക്കെ ആയിട്ടൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ഇവിടെ. കയറി വരുമ്പോൾ നേരെ കാണുന്ന 2 റൂമുകൾ 5 പേർക്ക് താമസിക്കാനുള്ളതാണ്. അതിന് റേറ്റ് വരുന്നത് 6250 രൂപയാണ്. ഇനി സൈഡിലായിട്ടുള്ളത് 2 പേർക്ക് താമസിക്കാൻ പറ്റിയ 2 റൂമുകളാണ്. അതിൻ്റെ റേറ്റ് 2500 രൂപയാണ്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഉൾപ്പെടും. നമ്മളെടുത്തത് ഈ കാണുന്ന സയാന്ത എന്ന പ്രോപ്പർട്ടിയാണ്. ഈ കാണുന്നതാണ് റൂമിൻ്റെ ഉൾവശം. ജസ്റ്റ് ബേസിക് ഫെസിലിറ്റീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോളാറിലാണ് ഇവിടുത്തെ വൈദ്യുതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹീറ്ററും ഇവിടെ ഇല്ല. മെയിനായിട്ടും ഈ സ്റ്റേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ശാന്തമായി പീസ്ഫുള്ളായി റിലാക്സ് ചെയ്ത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാമെന്നതാണ്. റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ ഈ കോട്ടേജ് വരുന്നതുകൊണ്ട് ഏത് വണ്ടിയിൽ വന്നാലും നമുക്ക് ഈ സ്റ്റേയുടെ മുന്നിൽ തന്നെ പാർക്ക് ചെയ്യാനും പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ സ്റ്റേയുടെ അടുത്തായിട്ട് തന്നെ റെസ്റ്റോറൻറ്റും ക്യാമ്പ് ഫയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ചുറ്റിനും ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വന്യമൃഗങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഫെൻസിങ്ങും ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് ഫയർ അവർ അറേഞ്ച് ചെയ്ത് തരും. എക്സ്ട്രാ 1000 റുപ്പീസാണ് അതിന് ചാർജ് വരുന്നത്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ ആഘോഷം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഇവിടെയാണ് വരേണ്ടത്. വട്ടവടയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അതിൽ പോകുന്ന ഒരു വാഹനത്തിനും ഇവിടെ ഇറങ്ങി നിൽക്കാനോ വണ്ടി നിർത്താനോ ഒന്നും സാധിക്കില്ല. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രകൃതി പഠന കേന്ദ്രം ഉള്ളത്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ കൂടുതലും സ്റ്റുഡൻസൊക്കെയാണ് വരുന്നത്. ഡോർമെറ്ററി സൗകര്യമുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. നമുക്കിവിടെ സ്റ്റേ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗത്തൊക്കെ നിൽക്കാനും നടക്കാനും ഒക്കെ കഴിയുന്നത്. ഇതാണ് രാത്രിയിലെ ഭക്ഷണം. ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, സോളാറിലാണ് ഇവിടുത്തെ വൈദ്യുതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കുറവാണ്. ഇതാണ് അതിരാവിലെയുള്ള കാഴ്ച. താഴ്വരയിലേക്ക് നിറയെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇത് നേരം കുറച്ചുകൂടെ പുലർന്ന് വന്നതിന് ശേഷമുള്ള കാഴ്ചയാണ്.
രാവിലെ നല്ല മഞ്ഞായതുകൊണ്ട് ചെടികളിലൊക്കെ മഞ്ഞുതുള്ളികൾ ഇരിക്കുന്നതാണിത്. സ്റ്റേയുടെ ചുറ്റുപാടും വിശാലമായ പുൽമേടുകളാണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും വന്യമൃഗങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. കൂടുതലായും കാട്ടുപോത്തും ആനകളും ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 12 മണിക്ക് ശേഷമാണ്. അതുപോലെ ചെക്ക് ഔട്ട് ടൈം വരുന്നത് നെക്സ്റ്റ് ഡേ രാവിലെ 10 മണിക്കാണ്. ഇതിപ്പം സൂര്യൻ ഉദിച്ച് വന്നതിന് ശേഷമുള്ള കാഴ്ചയാണ്. നേരത്തെ കണ്ട സെയിം സ്ഥലം തന്നെയാണ്, പക്ഷേ ഓരോ സമയം മാറും തോറും ആ സെയിം സ്ഥലത്തിൻ്റെ തന്നെ കാഴ്ചകളും ഭംഗിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ഇവിടെ കാണാനും നിൽക്കാനും ഒക്കെ. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട്. പുട്ടും കടലക്കറിയാണ്, സൂപ്പർ ടേസ്റ്റായിരുന്നു. നമ്മൾ മൂന്നാർ വരണമെങ്കിൽ എന്തായാലും 2-3 ദിവസം സ്റ്റേ ചെയ്തായിരിക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പം എന്തായാലും ഒരു ദിവസത്തെ സ്റ്റേ മസ്റ്റാണല്ലോ. ഉറപ്പായിട്ടും ഒരു ദിവസമെങ്കിലും ഈ സ്റ്റേ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്ക് ബേസിക് ഫെസിലിറ്റീസാണ് ഉള്ളതെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയാണ്. ഇത്രയും ഒരു പ്രത്യേക ആംബിയൻസ് വേറെ ഒരു സ്റ്റേയിലും കിട്ടത്തില്ല. അപ്പം മസ്റ്റായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്ന അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അടുത്തത് വട്ടവടയിലേക്ക് പോവുകയാണ്. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ 2ാമത്തെ ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളിനി വട്ടവടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വട്ടവടയിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായാലും നമുക്കത് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാം. അവിടുത്തെ ഗ്രാമങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മുടെ സ്റ്റേയിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ വട്ടവടയിലേക്ക്. ക്യാബേജ് കൃഷിയാണ് കാണുന്നത്. വട്ടവട എന്ന് പറയുന്നത് നമുക്കറിയാലോ ഒരു കാർഷിക ഗ്രാമമാണ്. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗവും കൃഷി തന്നെയാണ്. പ്രധാനമായും ഈ സ്ട്രോബെറി കൃഷി തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. സ്ട്രോബെറി കൃഷിക്ക് പേരേറ്റ സ്ഥലം കൂടിയാണ് വട്ടവട. വട്ടവടയിലുള്ള സ്ഥലങ്ങളിൽ കൂടുതലും സ്ട്രോബെറി കൃഷിയാണ് ചെയ്യുന്നത്. സ്ട്രോബെറിക്ക് പുറമെ ക്യാബേജും ക്യാരറ്റും പിന്നെ ഗോതമ്പ് ഒക്കെയുള്ള പല പല കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഫാമിനടുത്തായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാം വെജിറ്റബിൾസിൻ്റെ ആയാലും ഫ്രൂട്ട്സിൻ്റെ ആയാലും കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോബെറിയിൽ നിന്നും എടുത്ത് തന്നെ പല ഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. സഞ്ചാരികളിൽ കൂടുതൽ പേരും ഈ സ്ട്രോബെറി കൃഷികൾ കാണാനാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ നിറയെ സ്ട്രോബെറി കൃഷി തന്നെയാണ്. രാവിലെ തന്നെ വിളവെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് അതിൽ സ്ട്രോബെറീസ് കുറവായിരുന്നു. വട്ടവടയിലെ ഈ കൃഷി സ്ഥലങ്ങളെല്ലാം ഒരു തവണയെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട കാഴ്ചകൾ തന്നെയാണ്. അതുപോലെ തന്നെ പാമ്പാടും ഷോള നാഷണൽ പാർക്കിലെ സ്റ്റേയും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. www.munarwildlife.com എന്ന വെബ്സൈറ്റിലൂടെയാണ് അത് റൂമൊക്കെ ബുക്ക് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്